അപ്പൊ നമ്മ ഇന്നത്തെ യാത്ര എങ്ങോട്ടെങ്കിലും അങ്ങനെ എങ്ങോട്ടെങ്കിലും അല്ല കേട്ടാ, നമ്മുടെ സ്വന്തം ഷെഫീർ സാറിന്റെ നാട്ടിലോട്ടാണ് ഇന്നത്തെ യാത്ര. എല്ലാ കൂട്ടത്തിലും കാണും എവിടെയെങ്കിലും പോകാൻ നാം കട്ട പോസ്റ്റിനൊരു ചങ്ക്. അതുപോലത്തെ ഒരു ഐറ്റമാണ് നമ്മുടെ കൂട്ടത്തിലുള്ള അജാസ്ക. അയനക്കകത്ത് ഒരുപാട് നേരം നമ്മുടെ പോയി പ്രകൃതി ഭംഗി ആസ്വദിക്കാന്നും പറഞ്ഞ് ഇത്തവണ ബൈക്കിലായിരുന്നു നമ്മൾ പോയത്. മൂത്തുന്ന മുതൽ പ്രകൃതി ഭംഗി വളരെ നന്നായിട്ട് ആസ്വദിക്കാൻ സാധിച്ചിട്ടാ. പൊടിയും കുഴിയും നിറഞ്ഞ പാലം കൊണ്ട് യാത്ര വളരെ ദയനീയമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതില് ഓരോ ദിവസവും സഞ്ചരിക്കുന്നവരുടെ അവസ്ഥ വളരെ വളരെ പരിതാപകരമാണ്. പഴയ എന്നെച്ചിന്ന് അഞ്ചപ്പാലം വഴി കയറിയ ഞങ്ങൾ ഒരു ചായക്കട അങ്ങോട്ട് നിർത്തിയിട്ടാ. ചില്ലുംകൂട്ടിൽ ചിരിച്ചിരിക്കുന്ന കടികളുമായി ഒരു കിടിലൻ ചായക്കട. വക്കീലിന്റെ ഫോണിനെറുതി ലൈനായി, നിനക്കിതൊരു ലൈനായില്ലെന്നും പറഞ്ഞ് നല്ല ഊക്കായിരുന്നിട്ട് എനിക്ക്. ഓരോ ഊക്കിനനുസരിച്ചും ഓരോ കടികൾ വന്നുകൊണ്ടിരുന്നു. അതുകൊണ്ട് ഊക്കൊന്നും ഞാൻ അത്ര ഗൗനിക്കുന്നുണ്ടായിരുന്നില്ല. ചായയുടെയും കഴിഞ്ഞ് നേരെ പോയത് മുനക്കൽ ബീച്ചിലേക്കാണ്. വൺ ഓഫ് ദ ഫേവറേറ്റ് ബീച്ചാണ് മുനക്കൽ ബീച്ച്. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ എൻ്റെ പഴയ അക്കൗണ്ടിൽ ഫസ്റ്റ് വൈറലായ ഒരു വീഡിയോ അത് മുനക്കൽ ബീച്ചിൽ ചെയ്ത വീഡിയോ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് മുനക്കൽ ബീച്ച് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഇഷ്ടം കൂടിയുണ്ട്. കഥയിലെ നായകൻ എവിടെയെന്ന് ചോദിക്കുന്ന പോലെ ഷെഫീർ സാർ എവിടെയെന്ന് നിങ്ങൾ പലരും ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. സാറ് നല്ല തിരക്കിനിടയിലായിരുന്നു. എന്നാലും നമ്മൾ എത്തിയെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ഓടിയെത്തിയിട്ടാ. പിന്നെങ്ങാട് നേരം പോകുന്നത് തന്നെ അറിയുന്നുണ്ടായില്ല കേട്ടാ. സൂര്യേട്ടൻ പോയി ചന്ദ്രേട്ടൻ വന്നു. ചായ പല നിറത്തിലുള്ള വന്നു, കടികൾ പല തരത്തിലുള്ളതും വന്നു. പിന്നെ അവിടെ നിന്ന് നേരെ പോകുന്നത് അഴീക്കോട് മുനമ്പം പാലമണി നടക്കുന്നത് കാണാനായിട്ടാ. രണ്ട് ജില്ലക്കാരുടെ ഏറെ നാളത്തെ ഒരു കാത്തിരിപ്പ് കൂടിയാണ് ഈ പാലം. അഴീക്കോട് ഭാഗത്തെല്ലാം അത്യാവശ്യം നല്ല സ്പീഡിലാണ് വർക്ക് നടക്കുന്നത്. ഏതായാലും ഈ വർഷമെങ്കിലും ഇത് യാഥാർത്ഥ്യമാട്ടോ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ.